പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിപ്പിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം യെശയ്യാ 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെപ്പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിതരാവുകയില്ല, നടന്നാൽ തളരുകയുമില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വിശ്വസിക്കുന്നവരല്ല, വിശ്വസിച്ച് ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പിന്നെ മൊബൈൽ കാലത്ത് ഉറക്കമുണർന്ന് മൊബൈലിലൊരു ബൈബിൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഒരു മെസ്സേജ് വരും. ഇന്ന് വന്ന മെസ്സേജ് ഇതാണ്. ഈ മെസ്സേജ് വന്ന് ഇത് വായിച്ചങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ജോൺ അങ്കിളിനെയാണ് ഓർമ്മ വരുന്നത്. ജോൺ അങ്കിൾ ബാംഗ്ലൂരാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൻ്റെ ഫ്രണ്ടും അപ്പൻ്റെ കസിനെ വിവാഹം കഴിച്ച ആളുമൊക്കെയാണ്. ബാങ്കിൽ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അതിന് മുടക്കം വരുന്ന പരിപാടിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഡെയിലി പള്ളിയിൽ പോകുന്നത് ഞാൻ കണ്ടത്, എൻ്റെ ചെറുപ്പത്തിൽ കണ്ടത് പുള്ളിയാണ്. പുള്ളി എല്ലാ കൊല്ലവും നാട്ടിലേക്ക് വരും, എല്ലാ വീടുകളും സന്ദർശിക്കും. പുള്ളിക്ക് വയ്യായ്കളൊക്കെ ഉണ്ട്, എന്നാലും പുള്ളി വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയില്ല. ഈ കഴുകന്മാരെ പോലെ ഇങ്ങനെ ഫുൾ എനർജി, ഒരു നെഗറ്റിവിറ്റിയും ഇല്ലാതെ ഇങ്ങനെ നടന്ന ജോൺ അങ്കിൾ. പെട്ടെന്ന് എനിക്ക് വേറെ കാരണങ്ങളൊന്നുമില്ല, ഈ ജോൺ അങ്കിളിനെ കുറിച്ച് ഓർത്തിട്ട് തന്നെ ഞാൻ കുറേ നാളായിട്ടുണ്ട്. പക്ഷേ ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ജോൺ അങ്കിൾ. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും നല്ല ടിപ്പ് ടോപ്പിലൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് എപ്പോഴും ഒരു പ്രസന്ന വദനനായി യാതൊരുവിധ നെഗറ്റിവിറ്റിയും ഇല്ലാതെ എല്ലാവരെയൊക്കെ സ്നേഹിച്ച് ഫുൾ എനർജിയിൽ ഓടി നടന്നിരുന്ന ജോൺ അങ്കിൾ ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് ഒത്തിരി കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ അവരെ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ അവർ മിക്കവാറും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരാകും, ആശ്രയിക്കുന്നവരാകും. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുന്നവരാകും. എനിക്ക് എൻ്റെ കർത്താവുണ്ട്, ആരൊക്കെ എന്നെ കൈവിട്ടാലും എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്ന ഒരു ആശ്രയബോധ്യം അവരെ മുന്നോട്ട് നയിക്കുന്നു. അപ്പോൾ ഇതെപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശ്രയബോധം ഇല്ലാതെ വരുന്നത്? അപ്പോൾ അവിടെ ബൈബിളിൽ തന്നെ പറയുന്നു, യെശയ്യാ 48:22 പറയുന്നു, ദുഷ്ടർക്ക് സമാധാനമില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനം 38:3-4 പറയുന്നു,
അവിടുത്തെ ക്രോധം മൂലം എൻ്റെ ശരീരത്തിന് ആരോഗ്യശമനമില്ല. എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികൾക്ക് സ്വസ്ഥതയില്ല. എൻ്റെ അകൃത്യങ്ങൾ തലയ്ക്ക് മീതെ ഉയർന്നിരിക്കുന്നു. താങ്ങാനാവാത്ത ഭാരം പോലെ അവ എന്നെ അമർത്തുന്നു. താങ്ങാനാകാത്ത ഭാരം പോലെ അവ എന്നെ അമർത്തുന്നു. എന്താണ് അകൃത്യങ്ങൾ? എന്താണ് അകൃത്യങ്ങൾ? കർത്താവിൽ ആശ്രയിക്കാതെ കർത്താവിൻ്റെ വഴി വിട്ട് നടക്കുമ്പോൾ, കർത്താവിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, അവിടുത്തെ ക്രോധം മൂലം എൻ്റെ ശരീരത്തിന് ആരോഗ്യശമനമില്ല. എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികൾക്ക് സ്വസ്ഥതയില്ല. എൻ്റെ അകൃത്യങ്ങൾ തലയ്ക്ക് മീതെ ഉയർന്നിരിക്കുന്നു. താങ്ങാനാവാത്ത ഭാരം പോലെ അവ എന്നെ അമർത്തുന്നു. ഇത് വിശ്വാസമില്ലാത്തവരെ ഒക്കെ, അവരും ഇതിനകത്തുണ്ട്, വിശ്വാസികളും ഇതിനകത്തുണ്ട്. കാരണം നമ്മുടെയൊക്കെ വിശ്വാസം എപ്പോഴും ഒരു സ്റ്റഡി സ്റ്റേറ്റിലല്ല പോകുന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഞാൻ പല സമയങ്ങളിലും തീക്ഷ്ണമായ വിശ്വാസത്തിൽ നടക്കുകയും അതേസമയം പലപ്പോഴും ആ ഒരു സ്പിരിച്വൽ ഡ്രൈനെസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അൺകണ്ടീഷണലായി കർത്താവിൽ ആശ്രയിക്കുന്നതിന് പകരം പലപ്പോഴും സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് പോകാറുണ്ട് ഒരു സാധാരണ മനുഷ്യനായ ഞാൻ. അപ്പോൾ എന്നെപ്പോലെ ആയിരിക്കണം മിക്കവാറും എല്ലാ ക്രിസ്തു അനുയായികളും. അത് ഈ സ്പിരിച്വൽ ഡ്രൈനെസ് വരുമ്പോഴും അചഞ്ചലമായ കർത്താവിൽ നിലനിൽക്കാൻ സാധിക്കുന്നവരാണ് വിശുദ്ധർ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ക്രിസ്തുവുമായി ഒട്ടി നിൽക്കുമ്പോൾ, ജീവിതത്തിൽ നല്ല സമാധാനവും സന്തോഷവും എല്ലാം വരുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് വിശ്വാസികൾ. പക്ഷേ സ്പിരിച്വൽ ഡ്രൈനെസ് വരുമ്പോഴും കർത്താവിൽ ചേർന്ന് നിൽക്കുന്നവരാണ് വിശുദ്ധർ. അപ്പോൾ നമ്മളിലെ വിശുദ്ധി ഉയരട്ടെ. നമ്മൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിലും കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാനുള്ള ഒരു വിവേകം, ഒരു പക്വത സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. വീണ്ടും പറയുന്നു, പ്രഭാഷകൻ 21:2, പാപത്തിൽ നിന്ന് സർപ്പത്തിൽ നിന്നെന്ന പോലെ ഓടി അകലുക. അടുത്തു ചെന്നാൽ അത് നിന്നെ കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകൾ പോലെയാണ്. അവ മനുഷ്യൻ്റെ ജീവനെ നശിപ്പിക്കുന്നു. അപ്പോൾ പലപ്പോഴുമുള്ള ഈ പാപ സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക എന്നതാണ് ഈ വചനത്തിൻ്റെ ഒരു സത്ത. നമ്മൾ പറയും, ഇല്ല നമുക്കൊരു അങ്ങനത്തെ അങ്ങനെ ഗ്രൂപ്പിൽ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്നെ നോക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറപ്പെട്ടാലും പലപ്പോഴും നമ്മൾ അവിടുത്തെ കാര്യങ്ങൾക്ക് പാപം നമ്മളെ ദംശിക്കും. നമ്മൾ പാപത്തിന് അടിമയായി പോകും. പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യലൈസേഷൻ, മിക്കവാറും അവിടെ നടക്കുന്നത് പരദൂഷണമാണ്. അപ്പോൾ നമ്മളും ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ ചെന്ന് കഴിയുമ്പോൾ വ്യർത്ഥ ഭാഷണത്തിലും പരദൂഷണത്തിലുമൊക്കെ നമ്മളും പങ്കെടുത്തു പോകും. അപ്പോൾ ഇവിടെ പ്രഭാഷകൻ പറയുന്നത്, പാപത്തിൽ നിന്ന് സർപ്പത്തിൽ നിന്നെന്ന പോലെ ഓടി അകലുക. പാപ സാഹചര്യങ്ങളെ വർജിക്കുക. പാപത്തിനടുത്ത് പോയി കഴിഞ്ഞാൽ you will succumb to it. You will fall prey to it.
വീണ്ടും അപ്പം നമ്മളിങ്ങനെയുള്ള ബലഹീനരായ മനുഷ്യൻ ക്രിസ്തുവിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിനക്കെല്ലാം സാധ്യമാണ് എന്ന് നമ്മോട് പറയുന്ന ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ കഴുകന്മാരെ പോലെ ഉയർന്നു പറക്കും. എത്ര ഓടിയാലും നമ്മൾ തളരുകയില്ല. പക്ഷേ നമ്മളിനി പാപ സാഹചര്യത്തിലാണ്, വീണുപോയി, നിരാശയിലാണ്, ബലം ഒന്നുമില്ല, ശക്തിയെല്ലാം ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥകളിൽ 1 ജോൺ 1:9 നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും സകല അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നമ്മുടെ പാപങ്ങൾ നാം പശ്ചാത്താപത്തോടെ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും സകല അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കർത്താവ് ഇന്നത്തെ വചന ധ്യാനത്തിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങൾ. കർത്താവിനെ പൂർണ്ണമായി ആശ്രയിക്കുന്നവർ ഒരിക്കലും തളരുകയില്ല. എല്ലാ കാര്യങ്ങളിലും കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും തളരുകയില്ല. അവൻ എത്ര ഓടിയാലും തളരുകയില്ല. അവർ കഴുകന്മാരെ പോലെ ഉയർന്ന് പറക്കും. ഈ ലോകത്തിനു മീതെ അവർ ഉയർന്ന് പറക്കും. രണ്ടാമത് പറയുന്നു, പാപം മാരകമാണ്. പാപം ചെയ്യുന്നവൻ്റെ സമാധാനം, ശക്തി എല്ലാം അവന് ചോർന്ന് പോകും. അവൻ നിരാശയുടെ പടുകുഴിയിലേക്ക്, പാപത്തിന് അടിമയായി വീണുപോകാൻ ഇടയുണ്ട്. അതെല്ലാം മനുഷ്യർക്കും സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ധൂർത്തപുത്രനെ പോലെ അവിടെ കിടന്ന് പാപത്തിൽ കിടന്ന് ഉരുളാതെ അവിടെ നിന്ന് എണീറ്റ് ആബാ പിതാവിങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ, നമ്മുടെ ആബാ പിതാവ് നമ്മുടെ പാപങ്ങൾ പൊറുക്കും. നമ്മുടെ പൂർവസ്ഥിതി പുനഃസ്ഥാപിച്ച് തരും. നമ്മൾ വീണ്ടും ശക്തി ആർജിക്കും. നമ്മൾ വീണ്ടും സമാധാനത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും നമ്മൾ നിലനിൽക്കും. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. നമുക്ക് യഥാർത്ഥ പശ്ചാത്താപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയാം. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, praise you, praise you, praise you. Worship you, Jesus Christ. Adore you, Jesus Christ. Worship you, Jesus Christ. Hallelujah, hallelujah, hallelujah.